കരൂർ ദുരന്തത്തിന് ശേഷം തമിഴ്നാട്ടിൽ ആദ്യ റാലിയുമായി ടി.വി.കെ സ്ഥാപകൻ വിജയ് ഈറോഡ് ജില്ലയിലെ വിജയമംഗളത്ത് വെച്ചാണ് പരിപാടി നടക്കുക. 35,000-ഓളം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. കർശന ഉപാധികളോടെയാണ് റാലി. വിജയ്ക്കൊപ്പം മുൻ AIADMK നേതാവ് KA സെങ്കോട്ടയ്യനും ഭാഗമാകുന്നുണ്ട്. നാഷണൽ ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അജയ്, കരൂർ ദുരന്തം, അതുണ്ടാക്കിയ ഡാമേജ്, അതിനുശേഷം ഇതാ വിജയ് വീണ്ടും സജീവമാകുന്നു. അന്ന് ഒട്ടേറെ പിഴവുകൾ സംഭവിച്ചു സംഘാടകർക്ക് എന്നതായിരുന്നു അധികൃതരുടെ വിശദീകരണം. സൂചിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വിജയ്ക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു, വാഹനത്തിൽ നിന്ന് ഇറങ്ങരുത് എന്ന്. അത് പാലിച്ചില്ല, അങ്ങനെയൊക്കെയുള്ള ആക്ഷേപം. പക്ഷേ ടി.വി.കെ പറയുന്നത് അതൊരു അട്ടിമറിയായിരുന്നു എന്നാണ്. ഇനിയിപ്പോൾ അടുത്ത റാലിയിലേക്ക് എത്തുമ്പോൾ മുൻകരുതലുകൾ എത്രത്തോളം ശക്തമാണ്? ഒപ്പം പോലീസ് സംവിധാനം എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്? അഭിലാഷ്, കർശന സുരക്ഷയോടെയാണ് ഇപ്പോൾ നിലവിൽ ഈറോഡിൽ ഇത്തരത്തിലൊരു റാലി നടക്കുന്നത്. റാലി അത് ആരംഭിച്ചു കഴിഞ്ഞു. വിജയ് ഇപ്പോൾ വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപേ സെങ്കോട്ടയ്യനൊക്കെ വേദിയിലെത്തി സംസാരിച്ചു. സെങ്കോട്ടയ്യൻ പറഞ്ഞത് വിജയ് തനിക്ക് MGRനെ പോലെയാണ് എന്നാണ് സെങ്കോട്ടയ്യൻ പറഞ്ഞത്. അദ്ദേഹത്തെ നമുക്കറിയാം, AIADMKയിലെ പ്രമുഖ നേതാവായിരുന്നു. അതിനുശേഷം പാർട്ടി വിട്ട് ഈ അടുത്താണ് അദ്ദേഹം ടി.വി.കെ അംഗമായത്. ഈറോഡ് എന്ന് പറയുന്നത്, ഈറോഡ് ജില്ല, അതുമായി ബന്ധപ്പെട്ട മേഖലകൾ എല്ലാം സെങ്കോട്ടയ്യന് വളരെയധികം ഒരു പ്രാധാന്യമുള്ള, അദ്ദേഹത്തിൻ്റെ വലിയൊരു വോട്ട് ബാങ്കായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അദ്ദേഹം വളരെയധികം വിജയെ പുകഴ്ത്തി സംസാരിച്ചു. ഇപ്പോൾ നിലവിൽ വിജയ് വേദിയിൽ എത്തി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കർശന സുരക്ഷയാണ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 35,000-ലധികം ആളുകളാണ് ഈ ഒരു ഈറോഡിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. മുൻപുണ്ടായതുപോലെ ഒരു പിഴവ് അവിടെ ഉണ്ടാകാതിരിക്കാനുള്ള കർശന നിർദ്ദേശങ്ങൾ അത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് 1,700-ലധികം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത്. 35,000 ജനങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഈ ഒരു സ്റ്റേജ്, ഈ ആളുകൾ ഒത്തുകൂടിയിരിക്കുന്ന ഈ ഗ്രൗണ്ട് 72 പ്രത്യേക സെഷനുകളായി തിരിച്ചിട്ടുണ്ട്. 72 പ്രത്യേക സെഷനുകളിലും 400 പേർക്ക് മാത്രമേ നിൽക്കാനായിട്ട് അനുമതിയുള്ളൂ. അപ്പോൾ 400 പേർ നിൽക്കുന്ന 72 സെഷനുകളായിട്ടാണ് ആളുകൾ നിൽക്കുന്നത്. ഓരോ സെഷനിലും പ്രത്യേക വോളണ്ടിയർമാരെ നിയോഗിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, 4 ബ്ലോക്ക് ബാരിക്കേഡുകൾ കൊണ്ട് വിജയ് നിൽക്കുന്ന വാഹനവും അതുപോലെ തന്നെ ആളുകളെയും വേർതിരിച്ചിട്ടുണ്ട്. മിനിമം 50 മീറ്റർ അകലമെങ്കിലും ഈ ഒരു വാഹനവും ആളുകളും തമ്മിൽ ഉണ്ടായിരിക്കണമെന്ന് ടി.വി.കെ നേരത്തെ തന്നെ കണക്ക് കൂട്ടിയിരുന്നു. മാത്രമല്ല, പ്രദേശത്ത് 2 ലിറ്റർ കുടിവെള്ള ബോട്ടിലുകൾ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, അവിടെ 20 താൽക്കാലിക കുടിവെള്ള ടാങ്കുകൾ വിന്യസിച്ചിട്ടുണ്ട്. 20 മൊബൈൽ ടോയ്ലറ്റുകളുണ്ട്. 60 CCTV ക്യാമറകൾ വിന്യസിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കർശന സുരക്ഷയാണ് ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുള്ളത്. വിജയ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. 30,000-ഓളം ആളുകൾ ഈ ചടങ്ങിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന ഉപാധികൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. അജയ് സൂചിപ്പിച്ചതുപോലെ ഓരോ സെക്ഷനുകളായി തിരിച്ച ആളുകൾ, 400 പേർ വീതമുള്ള സെക്ഷനുകൾ, 72 സെക്ഷനുകൾ. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 30,000 അതിലധികം ആളുകൾക്ക് ഉൾക്കൊള്ളാവുന്ന ഗ്രൗണ്ടിൽ ആണ് ഇപ്പോൾ ഈ റാലി നടക്കുന്നത്. உங்களை நம்பிதாப்பா வந்திருக்கிறேன். அதான் இந்த சத்தம் தாங்க வாழ்நாள் பூரா உங்களுக்கு நன்றியோடவே இருப்பேன். இப்போ நம்ம காளிங்கராயன் அவர்கள் அணையை கட்டுறதுக்காக பவானிக்கு போய் பார்க்கும்போது ஒரு இடத்துல ஒரு பாம்பு வந்து உட்கார்ந்துச்சான், படுத்துச்சான். அது படுத்த இடத்துல தான் அவர் அணையை கட்ட ஸ்டார்ட் பண்ணாராம். அப்புறம் அந்த பாம்பு வளைஞ்சி நெளிஞ்சி போற இடத்துல எல்லாம் கால்வாயை வெட்டினார்னு சொல்லி சில வாய்மொழி கதைகள்லாம் சொன்னாங்க. தண்ணியை சேமிச்சு வச்சு குடிக்கிறதுக்கும் விவசாயத்துக்கும். தம்பி கீழே இறங்கு, தம்பி கீழே இறங்குப்பா, பிளீஸ் கீழே இறங்குப்பா. ஓகே, தேங்க்யூ கீழே இறங்குங்க.
கீழே இறங்குப்பா. நீ இறங்கினாதான் முத்தம் கொடுப்பேன். ആർത്തിരമ്പുന്ന ജനസാഗരത്തെ സാക്ഷിയാക്കിക്കൊണ്ടാണ് വിജയ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 30,000-ഓളം ആളുകൾ ആണ് ആ ഗ്രൗണ്ടിൽ ഒത്തുകൂടിയിട്ടുള്ളത്. അവരെ അഭിസംബോധന ചെയ്യുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വിജയ് ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം പരിപാടികളിൽ നിന്ന് അല്പം വേറിട്ട് അല്ലെങ്കിൽ മാറി നിൽക്കുകയായിരുന്നു വിജയ്. പക്ഷേ ടി.വി.ക്ക് കരുത്ത് കാട്ടാൻ ഉറപ്പിച്ചു തന്നെയാണ് മുന്നോട്ടുള്ള യാത്ര. പക്ഷേ നമുക്കറിയാം, തമിഴക രാഷ്ട്രീയത്തിന്റെ ഇന്നലകൾ പരിശോധിച്ചാൽ അവിടെ സിനിമയും രാഷ്ട്രീയവും രണ്ടല്ല, അത് ഇഴചേർന്നിരുന്ന ഇന്നലകളാണ്. പക്ഷേ ഇനിയും അങ്ങനെയൊരു ഭാവി തമിഴകത്തുണ്ടോ എന്ന് നമുക്കറിയില്ല. ഈ ആൾക്കൂട്ടം വോട്ടായി മാറുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് മാത്രമേ കാണാൻ സാധിക്കൂ.